എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് വരിക്കച്ചക്ക ചകിണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഓരോ ചുളയായിട്ട് ഓരോ ചക്കച്ചുള എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിക്കുകയാണ്. ഈ ചക്കക്കുരുവിൻ്റെ ഭാഗം എത്തുന്നവരെ രണ്ട് വശവും ഇതുപോലെ വട്ടത്തിൽ മുറിക്കും. എന്നിട്ടിങ്ങനെ രണ്ട് വശവും ഒന്ന് മുറിച്ച് കൊടുത്തേച്ച് തുറന്നിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുക്കുകയാണ്. ചക്കക്കുരു മാറ്റുകയാണ്. അത് വേറെ എന്തെങ്കിലും കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെ മുറിക്കുന്നു. എല്ലാവർക്കും ചക്കപ്പുഴുക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിന്ന് കഞ്ഞിയും ചക്കപ്പുഴുക്കുമാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് ചക്കക്കുരുവും ഈ ചക്കച്ചുളയും കൂടെ മുറിച്ചത് വെച്ചിട്ടാണ് ഇന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചക്കച്ചുള മാത്രമായിട്ടും വയ്ക്കാം. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ചക്കക്കുരു ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-12 എണ്ണം കാണും. അത് നല്ല പെട്ടെന്ന് വേവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. നല്ല വേവുന്നതാണെങ്കിൽ ഒരുമിച്ചിട്ട് വേവിക്കാം. ഇല്ല എങ്കിൽ ആദ്യം ചക്കക്കുരു ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട് ചുളയും കൂടെ ഇട്ട് വേവിക്കാം. അപ്പം അങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. അങ്ങനെ ചക്കച്ചുള എല്ലാം ദേ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടുകയാണ്. പിന്നെ ഈ ചക്കക്കുരു നന്നായിട്ട് വേവുന്നതായതുകൊണ്ട് ഞാൻ ചക്കച്ചുളയും കൂടെ ഒരുമിച്ച് ഇടുകയാണ്. വേണമെങ്കിൽ അടിയിൽ അല്പം വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം, പിടിക്കാതിരിക്കാനായിട്ട്. നമ്മൾ ചക്ക എരിശ്ശേരി പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഏകദേശം 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിച്ചു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾ ഇടുകയാണ്. അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ഇപ്പം ചേർക്കുകയാണ്. ഇനി കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഒന്ന് തിളച്ച് തുടങ്ങി ഒന്ന് 1/4 വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടയ്ക്കുകയാണ്. ചക്കപ്പുഴുക്കിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴുത്ത കാന്താരി മുളകാണ് ഇതാണ് ഉള്ളത്. ഇപ്പോഴും പച്ച എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. പച്ചമുളകാണെങ്കിൽ അങ്ങനെ ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പമുണ്ട്. കറിവേപ്പില, പിന്നെ നല്ല ജീരകം വേണം. അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. മഷി പോലെ അരയാതെ തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കാന്താരി മുളകിൻ്റെ ഈ ഞെട്ട് കളയുകയാണ്. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പറമ്പിലുള്ളത് തന്നെയാണ്. എന്നാലും ഇത് ഏകദേശം 15 തൊട്ട് 20 വരെ ഉണ്ടാവും. ചെറുതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അത്യാവശ്യം എരിവ് ഉണ്ടാവുമല്ലോ കാന്താരി മുളകിനെ. മുളക് പൊടി ഇഷ്ടമില്ലാത്തവർ പച്ചമുളക് മാത്രം ചേർക്കുക. ഇനി ജീരകത്തിൻ്റെ മണം നല്ലപോലെ വരണം. അതുകൊണ്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഒരുപാട് മണമല്ല, എന്നാലും നമ്മുടെ ആ ഒരു അരയ്ക്കുമ്പോൾ അരപ്പിന് നല്ല മണം വരണമല്ലോ.
ഇനി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കണം. അര സ്പൂൺ ഉപ്പിട്ടു. ഇനി കറിവേപ്പില 1-2 തണ്ട് ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ. ഇതിനി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചക്കക്കുരു കുറച്ചുകൂടെ വേവാറുണ്ട്, അരഭാഗം വെന്തിട്ടുള്ളൂ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. ഒട്ടും അടുക്കി പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണ ഒന്ന് അടിയിൽ, ചട്ടിയുടെ അടിയിൽ ആദ്യം ഒഴിക്കുന്നത് നല്ലതാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള അര സ്പൂൺ ഉപ്പിട്ടു. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവട്ടെ. ഇനി കഞ്ഞിക്ക് ഒരു കട്ട ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളി തൊലിക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഞാൻ കാന്താരി മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടില്ലേ, ആ പഴുത്ത കാന്താരി മുളക് ഇരിക്കുന്നതും കൂടെ ഞാൻ അരയ്ക്കുന്നുണ്ട്. ഇഞ്ചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ചേർത്താൽ നല്ലതാണ്. ഇത്രയും ഇതിൻ്റെ പകുതിയായാലും മതി. ഇനി കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും പുളിയൊക്കെ എടുക്കണം. കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഈ ചക്കക്കുരു ഏകദേശം 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഒരല്പം കൂടെ ഒരു 4-5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നോക്കണേ. അടച്ച് വയ്ക്കുക. നമുക്ക് ആയോ നോക്കാം. അല്പം വെള്ളം ഉണ്ട്. ആ വെള്ളം നനവ് വേണമല്ലോ, അതുകൊണ്ട് നടുക്കോട്ട് ഈ അരപ്പിടുകയാണ്. ഇനി മിക്സി കഴിയ വെള്ളം കൂടെ ചേർക്കണം. ഇനി തട്ടിപ്പൊത്തി വെക്കട്ടെ. ഇനി അല്പം മിക്സി കഴിയ വെള്ളം കൂടെ ഒഴിക്കട്ടെ. മിക്സി കഴിയ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് കുഴയുമ്പോഴത്തേക്കും കട്ടിയാവുമല്ലോ, അല്പം വെള്ളത്തോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാകുമ്പോഴത്തേക്കും കറക്റ്റ് രീതിയിൽ പുഴുക്കായിട്ടിരിക്കും. ഒന്നുകൂടെ നടച്ചു വയ്ക്കുക. കഞ്ഞിക്കുള്ള കട്ടച്ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഏകദേശം 1/2 തൊട്ട് 3/4 കപ്പ് തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി. ഇഞ്ചി ഞാൻ ഇത്ര എടുത്തെങ്കിലും എനിക്കധികം ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു. കാന്താരി മുളക് നമ്മുടെ എരിവിനനുസരിച്ച് 10-12 ഉണ്ട്. ഇനി അല്പം മുളക് പൊടി വേണം.
ഞാൻ 1.5 ടീസ്പൂണോളം ഇട്ടു. ഇനി വാളംപുളിയാണ് വേണ്ടത്. വാളംപുളി ചെറിയൊരു കഷ്ണം ഇത്രയും എടുത്തിട്ടുണ്ട്. അത് കുരു ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ മിക്സിക്കകത്ത് കിടന്ന് അടിക്കും അത്. പിന്നെ ഉപ്പ് ചേർക്കണം. അര ടീസ്പൂൺ ഇപ്പോൾ ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചേച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അവസാനം ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കും. ഇതിനി അരക്കട്ടെ. ചക്കപ്പുഴുക്കായോ നോക്കാം. കണ്ടിട്ട് കറക്റ്റ് ഇതായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒന്ന് അരപ്പ് നടുക്ക് വെച്ചിരുന്നല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ ചക്കക്കുരുവും ചക്കച്ചുളയും അരപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഉപ്പ് നോക്കട്ടെ, ഇത് കൈ പൊള്ളിപ്പോവും. അങ്ങനെ കറിവേപ്പില ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ മണം കിട്ടാൻ നല്ലതേ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി അടുപ്പ് ഓഫ് ചെയ്യണം. എനിക്കിങ്ങനെ ഒരുപാടങ്ങ് പേസ്റ്റ് ആവുന്നതിനേക്കാളും ഇങ്ങനെ ചക്കച്ചുള കഷ്ണങ്ങളിങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. ഇനി ആ മണം പോകാതെ അങ്ങ് അടച്ചു വെച്ചാൽ മതി. ചക്കപ്പുഴുക്ക് റെഡിയായി. അങ്ങനെ ഞാൻ പുളിയും ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തു. ഇനി കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്, ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇത്രയും ഉപ്പ് കൂടെ ചേർത്തു, ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ കട്ട ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്തു. നല്ല തേങ്ങ, പച്ചത്തേങ്ങയാണെങ്കിൽ ഒട്ടും വെള്ളം വേണ്ടി വരില്ല. ഉണക്ക തേങ്ങയാണെങ്കിലൊക്കെയാണ് അല്പം വെള്ളം ചേർക്കേണ്ടി വരിക. ഇനി ഇതിലേക്കിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഇനി കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടി മയപ്പെടുത്തുക. രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് കീറിയിടാം. ചിലർ ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരയ്ക്കാറുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് കഞ്ഞിക്ക്. ഇനി ഒന്ന് ഉരുട്ടാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട ചമ്മന്തി റെഡിയായി. അങ്ങനെ കട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി കഞ്ഞിയും കൂടെ ആയാൽ മതി. കഞ്ഞി ഒഴിക്കുക. ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നല്ല ചൂട് കഞ്ഞിയും ചക്കപ്പുഴുക്കും ചമ്മന്തിയും കൂടെ, കട്ട ചമ്മന്തിയും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എന്നാ സുഖമാണ് ഉണ്ണാൻ.
അങ്ങനെ ചൂട് ചെമ്പാവരിക്കഞ്ഞിയും നാരങ്ങ അച്ചാറും ചക്കപ്പുഴുക്കും കട്ട ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. ഇനി സുഖമായിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Anjana, Foodie Lifestyle. Bye-bye.